മുണ്ടൂർ വേളേക്കോട് ഓയിൽ കമ്പനിയിൽ വൻ അഗ്നിബാധ. മുണ്ടൂർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഗൾഫ് ഓയിൽ എന്ന സ്ഥാപനത്തിലാണ് പുലർച്ചെ അഗ്നിബാധയുണ്ടായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിരക്ഷാസേനയുടെ തൃശൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ോടുകൂടിയാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിലാണ് നമുക്ക് ആദ്യം മെസ്സേജ് കിട്ടുന്നത്. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് കത്തുന്ന ഒരു രീതിയിലോട്ടായിരുന്നു ഇതിൻ്റെ രീതി. കാരണം കത്തിച്ച ആൾ ഇവിടുത്തെ ഒരു ഡ്രൈവറാണ് കത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ അന്നേരം തന്നെ മെസ്സേജ് ഇവിടെ വരുമ്പോൾ തന്നെ മൊത്തം നല്ല രീതിയിൽ 4 സൈഡും കത്തുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ നമ്മൾ തൃശ്ശൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, പിന്നെ ഫോം പെട്രോൾ കെമിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഫോമിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വേണ്ടതുകൊണ്ട് നമ്മൾ ചാലക്കുടിയിൽ ഒരു ഫോം ടെൻഡറുകൾ ഉൾപ്പെടുത്തി 12 ലിറ്ററിൻ്റെ ബൗസർ ഇതെല്ലാം ഉൾപ്പെടെ നമ്മൾ ഏതാണ്ട് 3:45-4 മണിക്ക് മുമ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വർക്ക്. നഷ്ടങ്ങളൊന്നും കണക്കാക്കിയിട്ടില്ല. ബാക്കിയുള്ള തൽക്കാലം തീ അണച്ച് ബാക്കിയുള്ള സംവിധാനങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗോഡൌണിന് തീ കൊളുത്തിയ മുൻ ജീവനക്കാരൻ പോലീസിൽ കീഴടങ്ങി. എളവള്ളി സ്വദേശി ടിറ്റോ തോമസ് ആണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടതിലുള്ള വൈരാഗ്യത്തിലാണ് തീ കൊളുത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു.